വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആർജിത കുട്ടി നന്നായിരുന്നു മോളെ. നല്ല രസമുണ്ടായിരുന്നു. നല്ല പവർഫുൾ വോയിസ് ആയിരുന്നു. പിന്നെ എന്താ പറയുന്നത്, എല്ലാം കൊണ്ടും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. 2-3 സ്ഥലമേ ഉള്ളൂ കടന്നില്ല. എത്ര കിട്ടും? അങ്ങനെയാണ് ഒരു കാര്യം. നിനക്ക് മാർക്ക് അങ്ങോട്ട് കൊടുത്തോട്ടെ. ഇവക്ക് എത്ര കിട്ടും? പിന്നെ ഇവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ. ചില ആവശ്യമില്ലാത്തവര് കാത്തുനിൽപ്പ് രാധാന്നൊക്കെ കേട്ടിട്ടാന്ന് തോന്നുന്നു. അല്ലേ മോളെ? ഇവിടെ ആവശ്യമില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ടോ? ആ, ആരാ? കാത്തുനിൽപ്പ് രാധാന്നൊക്കെയല്ലേ വരികള്. ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്ന അവൻ അതല്ല ചിന്ത. ഇവക്ക് എത്ര കിട്ടും? മാർക്ക് എത്ര കിട്ടും? അതല്ലെന്നതേ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യട്ടെ. ഏറ്റവും നല്ല കാര്യം, നിന്റെ മാർക്ക് അങ്ങോട്ട് കൊടുത്തോട്ടെ. അവർക്ക് ഇപ്പൊ കൊടുക്കാൻ പോണ മാർക്ക് നിനക്ക്. നീ ആ സൗഹൃദത്തിന്റെ പുറത്ത് അത് ചെയ്യണം. അവൻ ചെയ്യണം. അത് ചെയ്യണം. അവിടെ ഒന്നും സൗഹൃദം ഇല്ല. ഇല്ലാന്ന് ആർജിക്കുട്ടി, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതാ മോളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞില്ലേ, പലർക്കും ഈ പാട്ട് അത്ര ഫെമിലിയർ അല്ല. പക്ഷെ ഈ പാട്ട് പാടി നമ്മളെ ഇഷ്ടപ്പെടുത്താൻ പറ്റി, നമ്മളത് ആസ്വദിപ്പിച്ചു. ഇത് കേൾക്കാത്തവരിലോട്ട് ഇത് എത്തിച്ചു. മോളിലൂടെ പഴയ തലമുറയിൽ അന്നത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പാട്ട് അന്നത്തെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. ഇപ്പത്തെ തലമുറയ്ക്കും ഇത് കേൾക്കാൻ പറ്റും. ഒരു പുതുമ കലക്കി കേട്ടോ. ഇത് നോക്കിയത് ആരാ ഫാനാന്നൊക്കെ പറഞ്ഞ് വന്നേക്കുന്നത്. മലയാള സിനിമയുടെ പ്രണയ നായകനെന്നോ എത്ര എത്ര പടങ്ങൾ ഒരു കാലഘട്ടം മൊത്തം അടക്കി. ശങ്കർ ചേട്ടനും പിന്നെ അതുപോലെ നമ്മുടെ രേഖ ചേച്ചിയാണ് വന്നിരിക്കുന്നത്. എത്ര സൂപ്പർ ഹിറ്റ് പടങ്ങൾ. അങ്ങനത്തെ പടങ്ങളൊന്നും ഇനി മഷിയിട്ടാ കിട്ടൂല. ഞാൻ കേട്ടതിൽ ഇത് പുതിയ പാട്ടാ. ഞാൻ കേട്ടിട്ടേ ഇല്ല ഈ പാട്ട്. നന്നായിരുന്നു മോളു, അടിപൊളിയായിട്ട് പാടി കേട്ടോ. പിന്നെ നിനക്ക് കെയർ ചേട്ടന്റെ കൂടെ നിനക്ക് ഇഷ്ടമുണ്ടോ? ഫ്രണ്ടായിട്ട് ഇഷ്ടമാണോ? എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കുറച്ചൊക്കെ ഇഷ്ടമുണ്ട് അല്ലേ? എന്തോ ഉടക്കണ്ടായിട്ടുണ്ട്. അല്ല, അത് പ്രൊഫഷണൽ ജലസിയാണ്. പിന്നെ അതെന്താ പ്രശ്നം ഉണ്ടായത്? എന്താ പറയാത്ത? രണ്ടുപേരും പറയുന്നില്ല. മനസ്സോർക്കൂടെ. പിന്നെ ഇവര് രണ്ടുപേരും കൂടെ ഒരു വില്ലയിലായിരുന്നു. അപ്പൊ ഞാൻ ഇശലിന്റെ വാവയെ കാണാൻ പോയപ്പോ ഇവര് രണ്ടുപേരും കൂടെ ബാൽക്കണിയിരുന്ന് കുത്തി 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 ഓരോന്ന് പറയുക. അത് ശരി. എന്ത് പറഞ്ഞു? ഇതെന്തൊക്കെയത്? പരദൂഷണം പറഞ്ഞു. എന്താണ് നീ കുത്തി കുത്തി പറഞ്ഞത്? എന്താ പറഞ്ഞത്? പരദൂഷണം പറഞ്ഞു. മോളെ പറ്റി എന്താ പറഞ്ഞത്? എന്നെ പറ്റിയാണോന്ന് എനിക്ക് അറിയത്തില്ല. എന്താ കേട്ടത്? ഒന്നും കേട്ടില്ല. പിന്നെ അല്ല, ആ കാഴ്ച കാണുന്നുണ്ട്. അതായത് ആകാംക്ഷാഭരിതയായിട്ട് അവിടെ ഇശലിന്റെ കൊച്ചു അനിയത്തെ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇവനും ഇശലും കൂടെ അവിടെ ഇരുന്നുണ്ട് ബാൽക്കണിയില് അതാ കുഞ്ഞു മനസ്സിന് വേദനയായി. എനിക്ക് അവര് ഇരുന്നതിനൊന്നും അല്ല പ്രശ്നം. എന്നിട്ട് ഇവൻ വന്നിട്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട ഓരോന്ന് പറയുന്നു. ഞാൻ കഴിച്ചാന്ന് ചോദിച്ചു. കഴിച്ചു. ഇങ്ങനെ ഓരോന്നാ പറയുന്നത്. എന്താണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്തായാലും അവനെ ആശ്വസിച്ചിരിക്കുകയാണ്. പോട്ടെ. അതെ. ശങ്കർ സാർ എങ്ങനെയുണ്ടായിരുന്നു ആർജിത കുട്ടിയുടെ പാട്ട്? ഉഗ്രനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ആ കൃഷ്ണന്ന് എടുത്തില്ലേ, സൂപ്പർ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. കേരട്ടാ മാർക്ക് കൊടുക്കുന്നുണ്ടോ? 90% എം ജി ഞങ്ങള് 90% മാർക്ക് അവൻ ആർജിതയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ നോക്കിയാ അപ്പൊ നീ ഇനിയിപ്പോ ഇവിടെ നിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഔട്ടായല്ലോ, പോവാല്ലോ. ഞാൻ കൊടുക്കത്തില്ല. രണ്ടും കൂടെ പറയാടാ. കണ്ടോളെ. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 99.25 ഔട്ട് ഓഫ് 100. ആദ്യ ഒരു സുശീല മപ്പുകുരി. താങ്ക് യു.